നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ചെല്ലുമ്പോൾ നമുക്ക് വേറെ ഏതോ, നമ്മളിപ്പോ 5 വർഷം പഠിച്ചതാണല്ലോ ഈ സബ്ജക്ട്, 3 വർഷം ഡിഗ്രി 2 വർഷം PG. പക്ഷെ നമ്മൾ വേറെ ഏതോ സബ്ജക്റ്റിന്റെ നെറ്റ് എഴുതാൻ പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. എന്റെ 3rd അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടുന്ന JRFോട് കൂടി. 2 തവണ ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 തവണയും ഭയങ്കര മാർക്ക് കുറവായിരുന്നു. പിന്നെ അത് ഒട്ടും പ്രിപ്പയർ ആവാതെയാ പോയത്. അങ്ങനെയാണ് ഞാൻ പിന്നെ BEd കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആപ്പിൾ ബി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആപ്പിൾ ബി നല്ല റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ആപ്പിൾ ബിയിൽ വന്ന് ജോയിൻ ചെയ്തു. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈവൻ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ പോലും അതിന്റെ ഓതേഴ്സിനെ കൺവോക്ക് ചെയ്ത് അറിയാവുന്നതാണ്, പക്ഷെ ഈ ഒരു വർക്ക് അറിയത്തില്ലാന്നേ ഉള്ളൂ എന്നുള്ള ഒരു ഇതിലേക്ക് എത്താൻ പറ്റും നമുക്ക്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ LMS പ്ലാറ്റ്ഫോം ആണ്. കാരണം ഒത്തിരി നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവൈലബിൾ അല്ല. ഓരോ ടോപ്പിക്കിന്റെയും കുറെ ടെസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിരുന്നു. ഫുൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ വിട്ടുപോകും. നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. പക്ഷെ PYQs നോക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ഇൻഫർമേഷനോടെ ആ ഒരു ജനറൽ കാര്യത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും.